الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك نولي بعض الظالمين بعضا بما كانوا يكسبون صدق الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവനായ പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് വന്നു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തും മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവന്റെ ദീനിലായി ജീവിച്ച് മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് യുദ്ധക്കെടുതി അനുഭവിക്കുന്ന പശ്ചിമേഷ്യയിലെ മനുഷ്യർ, എല്ലാവർക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് സമാധാനത്തിന് ഭീഷണിയായ ഇസ്രായേലിനെയും അമേരിക്കയും അല്ലാഹു തആല എന്നേക്കുമായി പരാജയപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, 2006 സുഗ്ബി ഇന്റർനാഷണൽ ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം അറബ് മുസ്ലിം ലോകങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് ഏറ്റവും ഭീഷണിയായ രാജ്യങ്ങൾ ഏതാണ് എന്നറിയാൻ വേണ്ടി ഒരു സർവേ നടത്തി. ഒരു സർവേ നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്തത് 5 രാജ്യങ്ങളാണ്: സൗദി അറേബ്യ, UAE, മൊറോക്കോ, ലെബനാൻ, ഈജിപ്ത്. ഈ 5 രാജ്യങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളെ സമീപിച്ച് അറബ് ലോകത്തിനും ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഏത് രാജ്യങ്ങളാണ് ഏറ്റവും ഭീഷണിയായി മാറുന്നത് എന്ന് അന്വേഷിച്ച് സർവേ നടത്തി. ആ സർവേ റിപ്പോർട്ട് അവർ 2006 പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ 5 രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് അറബ് ലോകത്തിന് ഭീഷണിയായത് 2 രാജ്യങ്ങളാണ്. ഒന്ന് ഇസ്രായേലാണ്, മറ്റൊന്ന് അമേരിക്കയാണ്. ഇറാൻ അറബ് ലോകത്തിന് ഭീഷണിയാണോ എന്ന ചോദ്യത്തിന് 6% ആളുകൾ മാത്രമാണ് അതെ എന്ന് മറുപടി നൽകിയത്. 60% ആളുകളും ഇറാന് ആണവായുധമുണ്ടാക്കാൻ അധികാരമുണ്ട് എന്നാണ് അഭിപ്രായപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യന്മാർ ആരെ എന്ന ചോദ്യത്തിന് 2 പേരുടെ പേരാണ് അവർ പറഞ്ഞത്. ഒന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്, മറ്റൊന്ന് അന്നത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ഒൾമർട്ട്. ഈ 2 ആളുകളാണ് 2006 ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യരായി ഈ 5 രാജ്യങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ അഭിപ്രായപ്പെട്ടത്. ഏറ്റവും പ്രിയപ്പെട്ട ആള് ആരെ എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ മറുപടി ഹിസ്ബുള്ളയുടെ അന്നത്തെ നേതാവായിരുന്ന ഹസൻ നസ്റുള്ള എന്നായിരുന്നു. ഇതാണ് ആ സർവേയുടെ റിപ്പോർട്ടിന്റെ ഫലമെന്ന് പറയുന്നത്. ആ കാലയളവിൽ തന്നെ പാകിസ്ഥാനിലെ ജാമിയ അഷ്റഫിയ യൂണിവേഴ്സിറ്റിയിൽ വച്ച് ഒരു സിംപോസിയം സംഘടിപ്പിക്കപ്പെട്ടു. ആ സിംപോസിയത്തിന് തെരഞ്ഞെടുത്ത വിഷയം അമേരിക്കയുടെ വിദേശ നയത്തിൽ മതത്തിന്റെ സ്വാധീനം എന്ന വിഷയമായിരുന്നു. അമേരിക്ക അതിന്റെ വിദേശ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ മതം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന വിഷയത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അതിൽ അന്ന് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് വാൾട്ടർ റസൽ മീഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ പ്രതിനിധിയാണ്. ഈ വിദേശകാര്യ വക്താവ് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ച സംസാരം അദ്ദേഹം വളരെ ഊന്നിപ്പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മളെല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് അഷ്റഫിയ യൂണിവേഴ്സിറ്റിയിലെ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്,
2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന് ശേഷം അമേരിക്കയിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇസ്ലാമിനെ അറിയാനുള്ള താൽപര്യം വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയ്ക്ക് ശേഷം കൂടി വരുന്നു എന്ന് അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ ഈ രണ്ട് സംഭവങ്ങളും ആമുഖമായി പറഞ്ഞു വച്ചത്, നമ്മളിപ്പോൾ 2 യുദ്ധങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു യുദ്ധം കേരളത്തിലെ അടുത്ത ഒരു ഭരണ സമിതിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ബാലറ്റ് യുദ്ധമായിരുന്നു. അത് പെട്ടിയിലായി. ഇനി 3 ആഴ്ചയിലധികം കാത്തിരുന്നാലാണ് ആ യുദ്ധം ജയിച്ചോ തോറ്റോ, ആര് ജയിച്ചു എന്നറിയാൻ കഴിയുക. മറ്റൊരു യുദ്ധം 39 ദിവസമായി പശ്ചിമേഷ്യയിലെ സമാധാനം കെടുത്തിയ ഇസ്രായേലും അമേരിക്കയിലും ഇറാനെതിരെ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. ആ ആക്രമണവും താൽക്കാലികമായി ഒരു വെടിനിർത്തലിലൂടെ സീസ്ഫയർ പ്രഖ്യാപിച്ചുകൊണ്ട് 2 ആഴ്ചക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. അതിൽ ആര് ജയിച്ചു തോറ്റു എന്നറിയാനും 2 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന വലിയ ചില ചിന്തകളുണ്ട്. സത്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ വൻശക്തികളോട് 39 ദിവസം പോരാടി വിജയിച്ചു എന്ന് പറയപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം നിവർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്ലാം എക്കാലത്തും വിജയിച്ചത് ആയുധങ്ങളെ കൊണ്ടല്ല. ഇസ്ലാം വിജയിച്ചത് നമ്മുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥം കൊണ്ടാണ്. ശത്രുക്കൾ എക്കാലത്തും ശക്തരായിരുന്നു. ശത്രു ഇന്നു മാത്രമല്ല, എക്കാലഘട്ടത്തിലും മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ ശക്തരായിരുന്നു. പക്ഷേ ശക്തരായ ശത്രുക്കളെ മുസ്ലിമീങ്ങൾ നേരിട്ടത് ദുർബലമായ ആയുധങ്ങളെ കൊണ്ടാണ്. റിബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു കിസ്ര ചക്രവർത്തിയുടെ അടുക്കലേക്ക് ചെല്ലുന്നൊരു ചരിത്രം ഹദീസിൽ കാണാം. റിബീഉ ഇബ്നു ആമിർ ചെല്ലുന്നത് നേരാവണ്ണം ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത അവസ്ഥയിലാണ്. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു. ഈ റിബീഉ ഇബ്നു ആമിറിന്റെ നേതൃത്വത്തിലാണ് കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് സഹാബത്തിന്റെ സംഘം കടന്നു ചെല്ലുന്നത്. ഇവരെ കണ്ടിട്ട് കിസ്ര പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഉടുക്കാൻ ഒരു തുണി പോലും നേരെ ജവനയില്ല. അതുകൊണ്ട് നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിന് പണം തരാം. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പണത്തിന് വേണ്ടിയാണ് എന്റെ രാജ്യത്തേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പണം ഞാൻ തരാം. നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകുക. അപ്പോൾ റിബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ പണം കാട്ടി കൊതിപ്പിക്കുകയോ? ഞങ്ങൾ ആരാണെന്നറിയുമോ? ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയുമോ? ലിനുഖ്രിജൽ ഇബാദ മിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിൽ ആഖിറ. ഞങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ രാജ്യത്തിലുള്ള ആളുകളെ ഈ ദുനിയാവിന്റെ കുടുസിൽ നിന്നും ആഖിറത്തിന്റെ വിശാലതയിലേക്ക് നയിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെയാണോ നിങ്ങൾ പണം കാട്ടി പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ബഹുമാനികളെ, ആ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത റിബീഉ ഇബ്നു ആമിറിന്റെ പിന്നിൽ അന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം കിസ്ര കീഴടങ്ങുന്നുണ്ട്. ആയുധമല്ല മുസ്ലിമീങ്ങളെ കാലഘട്ടത്തിൽ രക്ഷിച്ചത്. മുസ്ലിമീങ്ങൾ ആയുധം കൊണ്ട് വിജയിച്ചവരുമല്ല. ഖുർആൻ ഒരു ആയുധത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ആയുധത്തിന്റെ പേര് വടി എന്നാണ്. ആ വടിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതിൽ ആയത്തുൽ കുബ്ര, വലിയ അടയാളം എന്നാണ്, വലിയ ദൃഷ്ടാന്തം എന്നാണ്. ആ വടി കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനിന്റെ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയത്. അത് വേണമെങ്കിൽ ആടുമേച്ച വടിയായിരുന്നു. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മൂസാ നബി ആടുമേക്കാൻ ഉപയോഗിച്ച വടിയാണ്. ആ വടി കൊണ്ടാണ് ഒരു സാമ്രാജ്യത്തെ മൂസാ നബി കീഴ്പ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫിർഔന്റെ അടുക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞത്, എനിക്ക് പേടിയുണ്ട്. ഇന്നി അഖാഫു അൻ യഖ്തുലൂൻ, അവരെന്നെ കൊല്ലുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആദ്യം മൂസാ നബി ഭയചകിതനായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ധൈര്യം കൊടുത്തു. കൂടെ ഹാറൂനെ കൂടി അല്ലാഹു തആല അയച്ചു കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോകണം, ഫിരൗന്റെ അടുക്കൽ ചെല്ലണം, നിങ്ങൾ എന്നെ കുറിച്ച് പറയണം. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ട്രെയിനിങ് കൊടുത്തു. തന്റെ കയ്യിലിരിക്കുന്ന വടി എന്ന് പറയുന്ന ആയുധത്തെ ഫിരൗൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിക്കെതിരെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അല്ലാഹു തആല പരിശീലനം കൊടുത്തു. ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, ഞാൻ അയക്കുന്ന ദൂതന്മാർക്ക് ഒരിക്കലും പേടിയുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിരൗന്റെ അടുക്കലേക്ക് അയച്ചു. വടി ഫിരൗന്റെ ആളുകൾ വടിയിട്ട സമയത്ത് അത് പാമ്പായി മാറിയപ്പോഴും മൂസയ്ക്ക് പേടി തോന്നി. പക്ഷെ അല്ലാഹു പറഞ്ഞു, ലാ തഖഫ്, മൂസ പേടിക്കണ്ട, നീ ഭീരുവായി മാറണ്ട, നിന്റെ വടിയിടുക, നിന്റെ വടിയും അവരെ പ്രതിരോധിക്കാനുള്ള ആയുധമായി മാറും. എന്തുണ്ടായി? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭയം മാറിയ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം ഫിരൗന്റെ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ചെങ്കടൽ കടന്നു പോകുമ്പോഴാണല്ലോ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു ഘട്ടം. തന്റെ അനുയായികളെല്ലാം മൂസയോട് പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, മൂസ പെട്ടുപോയല്ലോ, ഫിരൗനും അവന്റെ പട്ടാളക്കാരും പിന്നിലുണ്ടല്ലോ, നമ്മളെ പിടികൂടുമല്ലോ. ഈ ഭയപ്പെടേണ്ട ഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്, കല്ലാ, ഒരിക്കലും പേടിക്കേണ്ടതില്ല, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരും. ഇത്രയും നേരം ഭയമാണെന്ന് പറഞ്ഞ മൂസ എല്ലാവരും ഭയപ്പെടേണ്ട നേരത്ത്, എല്ലാവരും ഭയപ്പെട്ട നേരത്ത് ധീരതയോടെ പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാട്ടിത്തരും. അപ്പൊ കേവലം ഒരു വലിയ ആയുധമാക്കി ഒരു സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, വിശ്വാസി സമൂഹം എക്കാലഘട്ടത്തിലും ശത്രുവിനെ നേരിട്ടത് വലിയ വലിയ ആയുധം കൊണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അവരുടെ ഡ്രോണുകളെ കൊണ്ട് അമേരിക്കയുടെ വലിയ വലിയ നൂതനമായ ആയുധങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. അമേരിക്ക ചരിത്രത്തിൽ ഇല്ലാത്തൊരു നാണംകേടിലേക്ക് പോയത്. ഗസയിലെ പാവപ്പെട്ട മനുഷ്യർ, വിശ്വാസി സമൂഹം കല്ലുകൊണ്ടാണ് ഇസ്രായേലി പട്ടാളത്തെ പ്രതിരോധിച്ചത്. കല്ലുകളെ അല്ലാഹു തആല ആയുധമാക്കി കൊടുത്തു. ഇത് ഇസ്ലാമിന്റെ ഇന്നലകളുടെ ചരിത്രമാണ്. ഇന്നും ഇറാനിലൂടെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം അള്ളാഹുവിന്റെ ആളുകളാണെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടാനില്ല. ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഒരായുധങ്ങൾക്കും വിശ്വാസ സമൂഹത്തിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഒരു നാഗരികതയും ഒരിക്കലും ആയുധം കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല. ഇതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന വെറും വാക്കുകളാണ് ഒരു നാഗരികതയെ ബോംബ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളത്. അത് കഴിയില്ല എന്നുള്ളതിന് ഇസ്ലാമിക ചരിത്രം സാക്ഷിയാണ്. ഇറാൻ എന്ന് പറയുന്ന പേര് തന്നെ, സത്യത്തിൽ ഇന്ന് ഇറാനിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ രോക്ഷമാണ്. ഇറാനിന് ഇന്നലെ ചില ചരിത്രങ്ങളുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് എന്നും ഷിയ രാഷ്ട്രമായിരുന്നില്ല. AD 651 ഉമറുൽ ഖത്താബിന്റെ കാലത്ത് പേർഷ്യ ഇസ്ലാമിക കീഴിൽ വരുന്നത്. ആ പേർഷ്യയാണ് പിന്നീട് 1935 പേരുമാറ്റി ഇറാൻ എന്ന പേര് സ്വീകരിച്ചത്. ഇറാനിന് ഇന്നലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രങ്ങളുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭരണാധികാരികൾ ഭരിച്ച നാടാണ് ഇറാൻ. ഒരുപാട് സ്വാത്വികരായ സ്വാലിഹ്യങ്ങളായ മനുഷ്യർക്ക് ജന്മം കൊടുത്ത നാടാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ എന്നും ഷിയ രാഷ്ട്രമായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറാനിലെ ചില പ്രധാനപ്പെട്ട ഷിറാസിനടുത്തുള്ള പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. കാസൂറൂൻ എന്ന് പറയുന്ന നാടുണ്ട്, തുറമുഖ നഗരമാണ്. ഈ കാസൂറൂൻ എന്ന് പറയുന്ന നാടും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഇറാനിന്റെ ചരിത്രം, പഴയ പേർഷ്യയുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. എത്രയെത്രയോ സാലിഹ്യങ്ങൾക്ക് ജന്മം കൊടുത്ത നാടാണ് ഇറാൻ. അവരൊക്കെ സുന്നികളായിരുന്നു. ഇമാം ഗസാലി അദ്ദേഹം ഇറാനിയായിരുന്നു. ഇമാം ഫഖറുദ്ദീൻ റാസി, അതുപോലെ സൂഫിവര്യന്മാരായിരുന്ന ജലാലുദ്ദീൻ റൂമി, മൊയ്നുദ്ദീൻ ചിശ്തി, ഖുത്ബുദ്ദീൻ ബാഖ്തിയാർ ഖാക്കി, ഫരീദ് ഔലിയ, നിലാമുദ്ദീൻ ഔലിയ, ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഇവരുടെയൊക്കെ ജന്മമോ ഇവരുടെയൊക്കെ വംശമോ ഇറാനാണ്. അപ്പൊ ഇറാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലളകേണ്ട കാര്യമില്ല. ഈ സ്വാത്വികരായ ഔലിയാക്കന്മാരും സ്വാലിഹ്യങ്ങളൊക്കെ ജന്മം കൊണ്ട അവരുടെ ദേശമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിമാരിൽ പലരും അവിടെ നിന്ന് കടന്നു വന്ന ആളുകളാണ്. ഇന്ത്യയും ഇറാനുമായുണ്ടായിരുന്ന പഴയകാല ബന്ധം AD 636 മുതൽ 637 കാലം മുതൽ ബോംബെയ്ക്കടുത്തുള്ള സഞ്ചാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറാനികൾ കടന്നു വന്നിട്ടുണ്ട്. ഗുജറാത്ത് തീരത്തെത്തി കേരളത്തിലേക്ക് ഇറാനികൾ വന്നിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത തന്റെ റിഹ്ലയിൽ കോഴിക്കോട് താൻ ഒരു ഇറാനി
പഴയ പാരിസിക്കാരനെ കണ്ടുമുട്ടിയ ചരിത്രം അദ്ദേഹം എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായി വലിയ ബന്ധമുള്ള, വ്യാപാര ബന്ധമുള്ള, വലിയ ബന്ധമുള്ളൊരു നാടാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരിക്കലും ഇറാനെ മാറ്റി നിർത്താൻ കഴിയില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നവിടെ ഷിയ ഭരണകൂടമാണെങ്കിൽ പോലും ഒരുപാട് സ്വാലിഹ്യങ്ങളായ മനുഷ്യന്മാർ ജീവിച്ചിരുന്ന അവരുടെ പ്രബോധന കേന്ദ്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ നാടിന്റെ പേര് തന്നെ ഇറാൻ, അത് പഴയ പാരിസി ഭാഷയാണത്. 935 ഈ ഇറാൻ എന്ന പേര് സ്വീകരിക്കുന്നത്. ആ നാടിന്റെ ആ പേരിന്റെ അർത്ഥം തന്നെ ആര്യന്മാരുടെ നാട് എന്നാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ നാടാണ്. ആര്യന്മാർ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള മനുഷ്യർ എന്നാണ് അതിന് പാരിസിയിൽ അർത്ഥം. മഹത്വമുള്ള മനുഷ്യർ. തിരിച്ച് ഇവരുടെ ശത്രുക്കളായ അമേരിക്ക എന്ന് പറഞ്ഞ പേര് പോലും ദേശീയമല്ല. അമേരിക്ക എന്ന് പറയുന്ന പേര് ദേശീയമല്ല. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയപ്പോൾ അത് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കിയെന്നാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു ഇറ്റാലിയൻ നാവികനാണ് സത്യത്തിൽ അമേരിക്ക ഭൂഖണ്ഡത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് അമേരിക്ക എന്നുള്ളത്. അമേരിക്ക കണ്ടെത്തിയ ഇറ്റാലിയൻ നാവികന്റെ പേരാണ്, അമേരിക്കക്കാരുടെ പേരല്ല. ആ പേര് പോലും വൈദേശികമാണ്. പേരിട്ടയാള് ജർമ്മൻകാരനാണ്. ഇറ്റാലിയൻ നാവികന്റെ പേരിൽ ജർമ്മൻകാരനിട്ട പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അമേരിക്കോ വെസ്പുച്ചി എന്നായിരുന്നു. പക്ഷെ ഇറാന്റെ പേര് പോലും ആ നാടിന്റെ ദേശീയത തിളങ്ങി നിൽക്കുന്ന, ആ നാട്ടുകാരുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന പേരാണ് ആ നാടിന് പോലുമുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക ലോകം എക്കാലഘട്ടത്തിലും ശത്രുവിനെ അതിജയിച്ചത് ആയുധം കൊണ്ടല്ല എന്നുള്ള വലിയൊരു സന്ദേശം നമ്മളെ ഇന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇറാനിനുണ്ടായിരിക്കുന്ന വിജയം. അത് താൽക്കാലികമാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്ക് കുടിക്കുന്ന നേരം മദീനയെ ആക്രമിക്കാൻ വേണ്ടി ശത്രുസേന വന്നിരിക്കുക, അവരെ പ്രതിരോധിക്കാൻ വേണ്ടി കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുക. ആ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ശത്രു ഇനി ഒരിക്കലും മദീന ആക്രമിക്കാൻ വരില്ല. ഇത് അവസാനത്തെ വരവാണ് ശത്രുവിന്റെ. കാരണം ശത്രുവിന് എന്നെ പേടിയാണ്. പിന്നെ വന്നിട്ടില്ല. പിന്നെ ഒരിക്കലും മദീന ആക്രമിക്കാൻ വേണ്ടി ശത്രു വന്നിട്ടില്ല. റസൂൽ പറഞ്ഞത് അവസാനത്തെ വരവാണ്, എന്നെ പേടിയാണ് അവർക്ക്. ഞാനൊരു പ്രദേശത്തുണ്ടെങ്കിൽ 1 മാസത്തെ വഴിദൂരം അപ്പുറയുള്ള ശത്രുവിനെ പോലും എന്നെ പേടിയാണ്. റസൂലുള്ളാഹി അത്രമാത്രം ശത്രു സമൂഹം ഭയപ്പെട്ടിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളിൽ നിന്ന് നിലനിൽക്കുന്നത് ഉന്നതമായ ആദർശത്തിലാണ്. പിന്നെ ഒരു കാലം വരും, ഒരുപക്ഷെ നമ്മുടെ കാലത്തെ കുറിച്ചായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയൻസി അന്നല്ലാഹു മിൻ സുദൂരി അദ്വിക്കുമുൽ മഹാബത മിൻകും, നിങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലാഹു തആല ശത്രുവിന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയും. ശത്രുവിന് നിങ്ങളോട് ഭയമില്ലാതായിത്തീരും. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല വഹനിട്ട് തരും. സഹാബാക്കൾ ചോദിച്ചു, അമൽ വഹനു യാ റസൂലുള്ളാഹ്, എന്താണ് നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ? ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹവും മരിക്കാനുള്ള പേടിയും. ഇന്നുണ്ടായത് അതാണ്. ശത്രുവിനെ നമ്മളോട് ഭയമില്ല. നമുക്കാണെങ്കിലോ ദുനിയാവിനോടുള്ള അമിതമായ പേടിയും ജീവിക്കാനുള്ള അമിതമായ ആഗ്രഹവും. ഇതാണ് സത്യത്തിൽ ഇന്ന് ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധീരത വീണ്ടെടുക്കുക, ഉറപ്പോടെ ധീരതയോടെ ശക്തിയോടെ നിലനിൽക്കുക. ഭീരു 1000 പ്രാവശ്യം മരിക്കും, ധീരൻ 1 പ്രാവശ്യമേ മരിക്കൂ. ഇറാനിന്റെ പരമോന്നത നേതാവ് 1 പ്രാവശ്യമേ മരിച്ചുള്ളൂ. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് രാത്രി അദ്ദേഹത്തിന് ഉറക്കം പോലുമില്ല. അദ്ദേഹം എപ്പോഴും ഭയപ്പാടിലാണ്. അദ്ദേഹം ഭീരുവാണ്. ധീരനായി നിലനിൽക്കുക, ശക്തനായി നിലനിൽക്കുക. നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്. ആ ആയുധം കൊണ്ട് ശത്രുവിനോട് പോരാടുക. ഇസ്ലാമിന് എന്ന് ലോകത്ത് ആധിപത്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ, ലോകത്തൊന്ന് സമാധാനമുണ്ടായിട്ടുണ്ട്. ശത്രു എന്ന് ലോകത്ത് ആധിപത്യം നേടിയിട്ടുണ്ടോ, അന്ന് ലോകം സമാധാനം കണ്ടിട്ടില്ല. അതാണ് ഇന്ന് കാണുന്നത്. ഈജിപ്ത് മുതൽ സൈപ്രസ് വരെ ഭരിച്ച ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് ആ ലോകത്ത് ആ പ്രദേശങ്ങളിലൊന്നും ഒരു അസമാധാനം ഉണ്ടായിരുന്നില്ല. യമനിൽ നിന്ന് സക്കാത്ത് പിരിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സക്കാത്ത് പിരിച്ചു. ആ പ്രദേശത്ത് സക്കാത്ത് വാങ്ങാൻ ആരുമില്ല. മദീനയിലേക്ക് സക്കാത്ത് അയക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്നാൽ എന്തിനാണ് പിരിച്ചത്? സക്കാത്ത് വാങ്ങാൻ ഈ നാട്ടിൽ ആളില്ലെങ്കിൽ എന്തിന് താങ്കൾ സക്കാത്ത് പിരിച്ചു? അതിന് അംർ ഇബ്നുൽ ആസ് പറഞ്ഞ മറുപടി, ഞാൻ പിരിച്ചതല്ല, എന്റെ ഖജനാവിലേക്ക് വന്നതാണ്. തങ്ങളുടെ സമ്പത്തിന്റെ 2.5% നിർബന്ധമായി കൊടുക്കണമെന്ന് മനസ്സിലാക്കിയ വിശ്വാസി സമൂഹം ഈ ഖജനാവിലേക്ക് അയച്ചു തന്ന സമ്പത്താണ്. ഇത് വാങ്ങാൻ ഈ നാട്ടിൽ ആളില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. അന്ന് ഇസ്ലാമിന്റെ കയ്യിലായിരുന്നു ആധിപത്യമുണ്ടായിരുന്നത്. അതേ ഉമറിനാണ് ഒരിക്കൽ 4 ദിർഹമിന്റെ ആവശ്യം വന്നു. 4 ദിർഹം ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി. അദ്ദേഹം ട്രഷറിയിലെ ഉദ്യോഗസ്ഥന് കത്തെഴുതി.
ട്രഷറി ഉദ്യോഗസ്ഥന് കത്തെഴുതി എനിക്കൊരു 4 ദിർഹം കടം തരണം ട്രഷറിയിൽ നിന്ന്. ഈ മാസാവസാനം എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഞാനത് വീട്ടിക്കൊള്ളാം. അപ്പോൾ ട്രഷറി ഉദ്യോഗസ്ഥൻ ഉമറിന്റെ കത്ത് വായിച്ചു നോക്കിയിട്ട് തിരിച്ചു മറുപടി എഴുതുന്നുണ്ട്, ഖലീഫ, നിങ്ങൾ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 4 ദിർഹം കടം തരാൻ കഴിയില്ല. സൈപ്രസ് മുതൽ ഈജിപ്റ്റ് വരെ ഭരിക്കുന്ന ഖലീഫ ഉമറിന് ആ ട്രഷറി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നിയമിച്ച ഉദ്യോഗസ്ഥന് തന്ന മറുപടിയാണിത്. നിങ്ങൾ തന്ന ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ദിർഹം കടം തരാൻ കഴിയില്ല. കാരണം ഒന്ന്, കടം തരണമെങ്കിൽ ജാമ്യക്കാരൻ വേണം. നിങ്ങൾ ഈ കത്തിൽ ജാമ്യക്കാരനെ കാണിച്ചിട്ടില്ല. ജാമ്യക്കാരനില്ലാതെ കടം കൊടുക്കാൻ കഴിയില്ല പൊതുഖജനാവിൽ നിന്നും. രണ്ടാമത്, കടം തരണമെങ്കിൽ നിങ്ങൾ ഈ മാസം അവസാനം നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ തരാമെന്നല്ലേ പറഞ്ഞത്. ഈ മാസം അവസാനം വരെ നിങ്ങൾ ജീവിച്ചു മരിക്കും എന്നുള്ളതിന് ഉറപ്പും ഈ കത്തിലില്ല. അതിന് നിങ്ങൾ തെളിവ് തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പണം കടം തരാൻ കഴിയില്ല എന്ന് ആ ട്രഷറിയിലെ ഉദ്യോഗസ്ഥൻ ഖാസിൻ ഉമർ മറുപടി എഴുതുമ്പോൾ ഈ കത്ത് വായിച്ചിട്ട് ഉമർ പൊട്ടിക്കരയുന്നുണ്ട്. ഉമർ പറയുന്നുണ്ട്, ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്റെ നാട്ടിലുണ്ടെങ്കിൽ എന്റെ പൊതുഖജനാവിൽ ഒരു നയാ പൈസ പാഴാവൂല. ഇത് ഇസ്ലാമിക ഭരണം ലോകത്തിന് നിലനിന്ന ഒരു കാലത്ത് ലോകത്തിന് കിട്ടിയൊരു സമാധാനമാണ്, ലോകത്തിന് കൊടുത്ത ആശ്വാസമാണ്, സന്തോഷമാണ്. ഇതേ ഉമറിനോടാണ് ഒരിക്കലും ഒരു കർഷകൻ ചോദിക്കുന്നുണ്ട് വഴിയിൽ വെച്ച്. ഉമർ സഞ്ചരിക്കുമ്പോൾ ഒരു കർഷകൻ ഉമറിനെ പിടിച്ചു നിർത്തി, ഒരു സാധാരണ കർഷകൻ. അപ്പോൾ ഉമർ ചോദിച്ചു ഈ കർഷകനോട്, എന്റെ ഭരണം എങ്ങനെയുണ്ട്, എന്റെ ഭരണം എങ്ങനെയുണ്ട്, നിന്റെ ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോരുന്ന് സംസാരിക്കാം. ആ പാവപ്പെട്ട കർഷകൻ തന്റെ കുടിലിലേക്ക് ഖലീഫയെ കൂട്ടിക്കൊണ്ടുപോകുക. വീട്ടിൽ ചെന്ന് ഉമറിനെ ഇരുത്തി അകത്തുപോയി തന്റെ വാളെടുത്തുകൊണ്ടുവന്നു. വാളിന് മൂർച്ച കൂട്ടാനുള്ള കല്ലും എടുത്തുകൊണ്ടുവന്നു. ആ കല്ലിൽ ഉരസി നന്നായി വാളിന് മൂർച്ച കൂട്ടി. എന്നിട്ട് ആ വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഉമറിനോട് പറയുന്നുണ്ട്, ലൗകാന മിസ്ല ഹാദാ യുബാഉ ഫിസ്സൂഖി കൈഫ തഅദിനു അലൽ ഹനിൽ ഹഖ് യാ ഉമർ. ഇതുപോലത്തെ വാൾ ഈ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമ്പോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭരണം നന്നാകാതിരിക്കുക? ഞങ്ങളെപ്പോലുള്ള അനുയായികൾ നിങ്ങളുടെ ഭരണം തെറ്റിപ്പോയാൽ ഇതുപോലത്തെ വാളുകൊണ്ടായിരിക്കും നേരെയാക്കി എന്നാ പറഞ്ഞതിനർത്ഥം. ഇത് കേട്ട് ഉമർ ചിരിക്കുന്നുണ്ട്, ഉമർ കരയുന്നുമുണ്ട്. പടച്ചവനെ, ഇങ്ങനെയുള്ള ആളുകൾ എന്റെ അനുയായികളാക്കി തന്നല്ലോ. ഇസ്ലാമിക ലോകത്ത് നിന്ന് ഖിലാഫത്ത് എന്ന ആധിപത്യം ഇസ്ലാമിക ലോകത്തിൽ ലഭിച്ചിട്ടുണ്ടോ? ലോകത്തിന് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അസമാധാനം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ ഹസനുൽ ബസ്രി, ഇന്നലന ഹാക്കിമൻ, ഞങ്ങൾക്കൊരു ഭരണാധികാരിയുണ്ട്. യളിമുന, ഞങ്ങളെ ആക്രമിക്കുകയാണ്. വയഖുദു അംവാലന, ഞങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിക്കുകയാണ്. വയുദീന, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അഫലാ നദഉ അലൈഹി, ഞങ്ങൾ ആ ഭരണാധികാരിക്കെതിരെ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ നിലവിലുള്ള ഭരണാധികാരി ഞങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് കുറച്ചുനേരം മിണ്ടാതിരുന്നു. സക്കത്ത ഖലീല കുറച്ചുനേരം മൗനം പാലിച്ചു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കേണ്ട, അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കാരണം ഇത് പടച്ചവന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുള്ള ഒരു ശിക്ഷയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു ശിക്ഷയാണിത്. ഇത് നിങ്ങൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ഭരണാധികാരി ഇതിനേക്കാൾ മോശക്കാരനായിരിക്കും. അതുകൊണ്ട് തുടർഭരണം ആഗ്രഹിച്ചാൽ മതി, ഇദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കേണ്ട എന്ന് ഹസനുൽ ബസ്രി പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം ഒരു ആയത്ത് കൂടി ഓതുന്നുണ്ട്. അദ്ദേഹം ഓതുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതയ്ക്ക് മാറ്റം വരാതെ ആ ജനതയുടെ നേതാവിനെ, ആ ജനതയെ അല്ലാഹു തആല മാറ്റുകയില്ല. ഇത് കേട്ട ആ മനുഷ്യൻ മനസ്സിലാക്കി, ഭരണകർത്താവ് മോശമാകുന്നത് അദ്ദേഹത്തിന് മാത്രം കുഴപ്പമല്ല, ഭരണീയരുടെ കൂടി കുഴപ്പമാണ്. കമാ തക്കൂനൂന കദാലിക യുഅമ്മറു അലൈക്കും, നിങ്ങൾ എങ്ങനെയാണ് അങ്ങനത്തെ നേതാക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന? നിങ്ങളുടെ ഭരണകൂടം നിങ്ങൾക്കനുസരിച്ചായിരിക്കും. നിങ്ങൾ മോശക്കാരാണെങ്കിൽ അല്ലാഹു മോശക്കാരെ ഭരണാധികാരിയാക്കും. കേരളം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്നു കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി. പക്ഷെ അദ്ദേഹം ലിബറൽ ചിന്താഗതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പാഠപുസ്തകത്തിലും നിരീശ്വരവാദം കടത്തിക്കൂട്ടാൻ വേണ്ടി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പക്ഷെ അദ്ദേഹം നിരീശ്വരത്വം ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ബാബരി മസ്ജിദിൽ അവിടെ വിഗ്രഹം വെച്ചു എന്ന് കേട്ടപ്പോൾ ആദ്യം പ്രധാനമന്ത്രി പ്രതികരിച്ചത് സരയൂ നദിയിലേക്ക് എടുത്ത് വലിച്ചെറിയുമെന്നാണത്.
ആ വിഗ്രഹം സരയൂ നദിയിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞ ആളുടെ പേരാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹം മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ രാജ്യത്തെ ആളുകളെ നിരീശ്വരവാദികളാക്കാൻ, മെറ്റീരിയലിസ്റ്റാക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അവരൊക്കെ ഭരിക്കുന്ന കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ നല്ലവരായിരുന്നു. കമാ തക്കൂനൂനൊക്കെ വാലിക്കും ഒമ്മർ വലിക്കും. നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ഭരണകർത്താക്കളെ കിട്ടും. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് ആധിപത്യം നിലനിന്നോ, ഇസ്ലാമിനെന്ന് ഖിലാഫത്ത് നിലനിന്നോ, അധികാരം കിട്ടിയോ, ലോകത്തൊന്ന് സമാധാനമുണ്ടായി. ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോ 10-39 ദിവസം അമേരിക്ക യുദ്ധം ചെയ്തു, ഇസ്രായേൽ യുദ്ധം ചെയ്തു. എത്ര കോടി ഡോളറാണ് അതിനുവേണ്ടി ചെലവാക്കിയത്? പുതിയ കണക്ക് വന്നിട്ടില്ല. ഞാൻ പരിശോധിച്ചു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക ചെയ്ത യുദ്ധത്തിന്റെ ചെലവ് എത്രയാണെന്ന് ഞാനൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. 320 ദശലക്ഷം ഡോളറാണ് ഒരു ദിവസം അമേരിക്കയ്ക്ക് ചെലവ് അഫ്ഗാനിലും ഇറാഖിലും ആക്രമിച്ചതിന്. 5 ലക്ഷം കോടി ഡോളറാണ് ഇറാഖ് യുദ്ധത്തിന് വേണ്ടിയും അഫ്ഗാൻ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചത്. 5 ലക്ഷം കോടി. അതുണ്ടെങ്കിൽ ലോകത്തെ 54 രാഷ്ട്രങ്ങളിലെ പട്ടിണി മുഴുവനും മാറ്റാമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആലോചിച്ചു നോക്ക്. ഇപ്പോഴും 900ഓളം വരുന്ന ആയുധ ഏജന്റുമാരാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ വിറ്റഴിക്കപ്പെടാൻ വേണ്ടി 900ഓളം വരുന്ന ആയുധ ഏജൻസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വട്ടമിട്ട് കറങ്ങുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഈ രാജ്യങ്ങളെ കൊണ്ട് ആയുധങ്ങൾ വാങ്ങിപ്പിക്കണം. എന്തിനാണ് ആയുധങ്ങൾ? ആയുധങ്ങൾ ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകുന്നില്ല. 2024-25 വർഷം സൗദി അറേബ്യ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങൾ 5000 കോടി ഡോളറിന്റേതാണ്. നെറ്റിൽ അന്വേഷിച്ചു നോക്കൂ. 5000 കോടി ഡോളറിന്റെ ആയുധം സൗദി അറേബ്യ മാത്രം വാങ്ങിക്കൂട്ടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് ഇന്ത്യ അല്ലെങ്കിൽ സൗദി അറേബ്യ മാറിയാണ് വരിക. ഇന്ത്യക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും സ്വയമായി ഇന്ത്യക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാണെന്ന്, അതിന് കഴിവ് ഇന്ത്യക്കുണ്ട്. പക്ഷെ സൗദി അറേബ്യ അത് ചെയ്യുന്നില്ല. മലേഷ്യയുടെ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദ് ഒരിക്കൽ അറബ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അറബ് രാഷ്ട്ര തലവന്മാരോട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 2 പതിറ്റാണ്ട് മുമ്പ് നിങ്ങൾ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം. നിങ്ങളുടെ അടുക്കൽ പെട്രോൾ ഡോളറുകളുണ്ട്, നിങ്ങൾക്ക് ഭൂമിക്കടിയിൽ അള്ളാഹുവിനെ ഖനി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് ഉപയോഗപ്പെടുത്തി നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തണം. ആയുധങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധമായ മക്ക ഹറമിൽ കറങ്ങുന്ന ഫാന് പോലും നിർമ്മിക്കാൻ സൗദി അറേബ്യക്ക് കഴിയുന്നില്ലല്ലോ. അന്നതിന് കഴിഞ്ഞിരുന്നില്ല. ഹറമിൽ കറങ്ങിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ഫാനുകൾ പോലും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന്, അതും പല ശത്രു രാഷ്ട്രങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തവയായിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് മഹാതീർ മുഹമ്മദ് പറഞ്ഞത്. അതുകൊണ്ട് ആയുധങ്ങളല്ല സമാധാനം നൽകുന്നത്. ഇസ്ലാം ആയുധങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് സമാധാനം കൊടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഇസ്ലാം ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മനുഷ്യർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 1990 ജനുവരി 17 ആരംഭിച്ച ഗൾഫ് യുദ്ധം. കുവൈറ്റ് ഇറാഖിന്റെ അതിർത്തികളിൽ നിന്ന് എണ്ണ മോഷ്ടിക്കുന്നു എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇറാഖിനെ കുവൈറ്റ് ആക്രമിക്കുന്നു, കുവൈറ്റിനെ ഇറാഖ് ആക്രമിക്കുന്നു. 1991 ജനുവരി 17 യുദ്ധം ആരംഭിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ അമേരിക്കയുടെ പട്ടാളത്തെ വിളിച്ചു. കാരണം അവർ വിചാരിച്ചത് കുവൈറ്റ് കഴിഞ്ഞാൽ ഇനി ഇറാഖ് ഞങ്ങളെ ആക്രമിക്കുമെന്ന് വിചാരിച്ച് പട്ടാളത്തെ വിളിച്ചു വരുത്തി. 37 ദിവസം കൊണ്ടാണ് യുദ്ധം അവസാനിച്ചത്. ഈ യുദ്ധം അവസാനിക്കുന്നത് 39 ദിവസം കൊണ്ടാണെങ്കിൽ ഗൾഫ് യുദ്ധം അവസാനിച്ചത് 37 ദിവസം കൊണ്ടാണ്. എന്താ കാരണം എന്നറിയോ? അമേരിക്ക ഒരിക്കലും ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാറില്ല. അന്നും യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരാൻ കാരണം സൗദി അറേബ്യയിൽ പറഞ്ഞിറങ്ങിയ സഖ്യസേന, കാനഡയുടെ, ബ്രിട്ടന്റെ, അമേരിക്കയുടെ, ഈജിപ്തിന്റെ സഖ്യസേന, അവരുടെ കയ്യിലെത്തിയ പരിശുദ്ധ ഖുർആനിന്റെ ചില കോപ്പികൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പരിഭാഷകൾ. അതവർ വായിച്ചു. അത് വായിച്ച് 3000ഓളം വരുന്ന സഖ്യസേനാംഗങ്ങൾ സൗദി അറേബ്യയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇതൊന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളല്ല. ഇതൊന്നും ഒരിക്കലും പുറത്തുവിടുകയില്ല. എന്നിട്ട് അവർ അറബികളോട് ചോദിച്ചു, ഞങ്ങൾ വായിച്ചിട്ട് മനോഹരമായി തോന്നുന്ന ഈ ഗ്രന്ഥം, ഇത് നിങ്ങൾ തലയ്ക്ക് വെച്ച് ഉറങ്ങുകയാണോ? ഇത് നിങ്ങൾ ലോകത്തോട് പറയണ്ടേ? അവർ നാടുകളിലേക്ക് തിരിച്ചു പോന്നു. ഞങ്ങൾ ഞങ്ങളുടെ നാടുകളിൽ ഈ ഗ്രന്ഥം പ്രചരിപ്പിക്കുമെന്ന വലിയൊരു ചിന്തയുമായിട്ടാണ് ആ സഖ്യസേനാംഗങ്ങൾ അന്ന് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുന്നത്. അമേരിക്ക 37 ദിവസം കൊണ്ട് ഗൾഫ് യുദ്ധം അവസാനിപ്പിച്ചു. ഇപ്പോൾ 39 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു. പരാജയം മണത്തറിയുന്നിടത്തെല്ലാം അമേരിക്ക പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കും. ഇതും ഒരു പരാജയത്തിന്റെ മുന്നിലാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നത്. നീണ്ടുപോയാൽ തീർച്ചയായിട്ടും വലിയ നാണംകേടിലേക്ക് ഞങ്ങളുടെ രാജ്യങ്ങൾ എത്തിപ്പെടുമെന്നുള്ള വലിയൊരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദ.
ചില അക്രമികൾക്ക് ഞാൻ ചില അക്രമികളായ ഭരണാധികാരികളെ കൊടുക്കും. ബിമാക്കാനു യക്സിബൂൻ. ആ അക്രമികളായ ജനങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മയുടെ പേരിലാണ്. ഓരോ നാട്ടുകാർക്കും അർഹിക്കുന്ന പ്രധാനമന്ത്രിയെ കിട്ടും, അർഹിക്കുന്ന നേതാവിനെ കിട്ടും. അമേരിക്കക്കാർക്ക് പറ്റിയ നേതാവിനെ അമേരിക്കക്ക് കിട്ടി, ഇസ്രായേലിന് പറ്റിയ നേതാവിനെ ഇസ്രായേലിന് കിട്ടി, ഇന്ത്യക്ക് പറ്റിയൊരു നേതാവിനെ ഇന്ത്യക്കും കിട്ടി. അർഹിക്കുന്ന നേതാവിനെ ഓരോരുത്തർക്കും ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, യുദ്ധം ഒരിക്കലും മനുഷ്യന് നന്മയ്ക്കല്ല. പശ്ചിമേഷ്യയിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ നമ്മൾ ഓരോരുത്തരും ആ യുദ്ധത്തിന്റെ ഇരകളായി ഇന്ന് മാറിയിരിക്കുകയാണ്. അതൊരു യുദ്ധം അവസാനിക്കണം, ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം, സമാധാനത്തിന്റെ ശത്രുക്കൾ നശിക്കണം, അവരവസാനിക്കണം, അവരവരുടെ ആയുധങ്ങൾ താഴെ വെക്കണം. അപ്പോഴേ ലോകത്ത് സമാധാനം പുലരുകയുള്ളൂ. അങ്ങനത്തെ ഒരു ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം നിലനിർത്തുമാറാകട്ടെ. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമാറാകട്ടെ. അല്ലാഹു സമാധാനത്തിന്റെ ശത്രുക്കളായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലാഹു പരാജയം സമ്മാനിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന നിരപരാധികളായ ധാരാളം മനുഷ്യർ അല്ലാഹു അവർക്ക് ആശ്വാസം പ്രദാനിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.